കുഴപ്പമില്ല കുഴപ്പമില്ല. എല്ലാരും കൊള്ളാം. ഷിജു വിൽസനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതാ, ഫീൽ ഗുഡ് മൂവി. നല്ല ഫിലിമായിരുന്നു. ഷിജു വിൽസനും കൃഷ്ണനും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിം, ഗുഡ് മൂവി. കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിം. ഒരു വട്ടം കണ്ടില്ല. കോമഡി ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫ് വരെ ഫുൾ കോമഡി ആയിരുന്നു. നല്ലൊരു പടമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം മിക്സ് ആണ്. ഇറ്റ്സ് എ മിക്സ്. പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് അതിനെ മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോഴ്സ് എടുത്തിട്ട് ഒരു സോഷ്യൽ മെസ്സേജ് ആണ് ആക്ച്വലി പാസ് ഓൺ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പടമാണ്. ഫാമിലിയായിട്ട് അതെ, ഇതൊരു വിജയമായിരിക്കും ഡെഫിനറ്റ്ലി. ജൂനിയർ കരിയറിലെ കുറെ നല്ല സിനിമകളിൽ ഒരു നല്ല സിനിമ കൂടി വന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുക, നമ്മളൊരു മൂവി തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ അനങ്ങാതിരുന്ന് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒട്ടും മടുപ്പില്ലാതെ നമുക്കൊരു പടം കാണാൻ പറ്റണം. അതുണ്ട് ഇതില്. ക്ലൈമാക്സ് ആണ് ഭയങ്കര ഏറ്റവും ശരിക്കും സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണ് അത്. നമുക്കൊക്കെ നഷ്ടമായ കുറെ സംഭവങ്ങൾ നമ്മളൊക്കെ ചില സ്ഥലത്ത് വിഡ്ഢികളായിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊക്കെ ചെയ്തത് കുറെ കാര്യങ്ങൾ. അതാണ്. അപ്പൊ അത് നമ്മളിത് കാണണം, കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിതിൽ അഭിനയിച്ചുകൊണ്ട് മാത്രം പറയല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അത് വേറൊരു സത്യം. പക്ഷെ നമ്മളിത് കാണാതെ പോവാതിരുന്ന് അത് നമുക്കൊരു നഷ്ടമാണ്. അതാണ്. നല്ല പടം, നല്ല പടം. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളൊരു പടം. അതോടൊപ്പം തന്നെ ഈ വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്തുകൊണ്ട് പുതിയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ പഞ്ചവത്സര പദ്ധതികൾ വരേണ്ടതെന്നൊക്കെ ഉള്ളൊരു നല്ല ഒരു സാമൂഹ്യ രംഗത്ത് പതിപ്പിക്കാവുന്ന ഒരു കഥ. അതോടൊപ്പം തന്നെ മലയാളത്തിലേക്ക് ഒരു പുതിയ നായികയുടെ ഒരു കാൽവെപ്പ് കൂടി ഇതിൽ പറയുന്നു. സംവിധാനം നന്നായിട്ടുണ്ട്. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ.